ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ്. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുതിയ ഇവിടെ 1 BHK എടുത്തിട്ടുണ്ട്. പുതിയ ഫ്ലാറ്റാണ്. ഓക്കെ, സോ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ വീട് കാണിച്ചു തരാം. ഇതെൻ്റെ മോള്, സെക്കൻഡ് മോള്. ആദ്യത്തെ മോനാണ്. മോൻ 5 വയസ്സുണ്ട്, മോൾക്ക് ഇപ്പോൾ 1.5 വയസ്സുണ്ട്. ഭയങ്കര കുസൃതി. സമ്മതിക്കുന്നില്ല. ഭയങ്കര ഇങ്ങനെ കളി, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഭയങ്കര കുസൃതിയാണ് ആള്, കുസൃതി കുട്ടി. ഞങ്ങളെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെയുണ്ട്. ഹസ്ബൻഡും പിന്നെ ഞാനും. മൂത്ത മോനിപ്പോൾ 5 വയസ്സുണ്ട്, മോൾക്ക് 1.5 വയസ്സുണ്ട്. മോൻ്റെ പേര് റിഷോൺ എന്നാണ്, മോളുടെ പേര് ഡയാന എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഇതുവരെയും ഡയാന എന്നൊന്നും വിളിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പോഴൊക്കെ ഇടയ്ക്കൊന്ന് ഡയാന എന്നൊക്കെ വിളിക്കാറുണ്ട്, അല്ലാതെ മക്കളെ മോളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ ശരിക്കും ഞങ്ങൾ വില്ലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയം എനിക്ക് സ്പ്ലിറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പോൾ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ വൈകുന്നേരം പോയാൽ മതി. അപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ ഈ വെയിലത്ത് പോയിട്ടൊക്കെ വരണമല്ലോ. പിന്നെ ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പറയണ്ടല്ലോ, ഭയങ്കര വെയിലായിരിക്കും. പിന്നെ ഹ്യൂമിഡിറ്റി ആണെങ്കിലും നല്ല ഹൈ ആയിരിക്കും, ചൂടും ഹ്യൂമിഡിറ്റിയും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിട്ട് എനിക്കതാണ്, മീൻസ് ആ വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്, അതിൻ്റെ അടുത്തായിട്ട് കിട്ടി. അങ്ങനെ മോള് അപ്പോഴില്ല. ഓക്കെ, മോനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല വേറൊരു വീട് നമ്മൾ നോക്കണം എന്ന്. പക്ഷേ ആ വീട്ടിൽ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മോൾ ജനിച്ചതിന് ശേഷം മോൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും പിന്നെ ഇവർക്ക് 2 പേരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനും എടുക്കാനൊക്കെ നല്ല സ്പേസ് വേണം. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് തോന്നി ഇനി നമുക്ക് ഈ വീട് പറ്റില്ല, നമുക്ക് എന്തായാലും ഒരു വീട് നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ വീട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് മാസങ്ങൾ നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു വീട് സെറ്റായതൊക്കെ. ഞങ്ങൾ കുറേ ന്യൂ ഫ്ലാറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഒരു എന്താ പറയുക, ഓൾഡ് ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ നോക്കി, അതിൻ്റെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായി അതിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതും. പിന്നെ ഞങ്ങൾ പിന്നെ പുതിയ ഫ്ലാറ്റ് ആദ്യം തൊട്ടേ നമ്മൾ പുതിയതും പഴയതും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഒരു ജസ്റ്റ് ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടും ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ് ബെസ്റ്റ്, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടല്ലല്ലോ വീട് ഇങ്ങനെ നല്ലൊരു വീട് നോക്കണം എന്നുള്ളൊരു ഡിസിഷനിലെത്തിയത്. അതുകൊണ്ട് അതിന് എന്തായാലും നല്ലൊരു ടൈം കൊടുത്ത് തന്നെ വെയിറ്റ് ചെയ്ത് തന്നെ നമുക്ക് നല്ലൊരു വീട് നോക്കണമെന്നുണ്ടായിരുന്നു മൈൻഡിൽ. അങ്ങനെ ഞങ്ങൾ കുറേ വീട് നോക്കിയതിൽ ഞങ്ങൾ കുറേ ന്യൂ ഫ്ലാറ്റ്സ് നോക്കുമ്പോഴും ചിലതൊക്കെ നല്ലതായിട്ടുണ്ട്. പക്ഷെ ചില ന്യൂ ഫ്ലാറ്റ് വന്നിട്ട് ഭയങ്കര ഓവർ ഹൈ പ്രൈസ് പോലെ തോന്നിയിട്ടുണ്ട്. ആ ഫ്ലാറ്റ് ഒക്കെ ആ ഒരു 1 BHK അല്ലെങ്കിൽ ഒരു 2 BHK ഒക്കെ അവർ പറയുന്ന കാശ് വർത്തായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ കുറേ റീസൺസ് കാരണം നമുക്ക് ഇങ്ങനെ ഫ്ലാറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ലായിരുന്നു. വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞങ്ങൾ നിറയെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ പഴയ ഫ്ലാറ്റ്സും ഇടയ്ക്കൊക്കെ നല്ലതായിട്ടുള്ള ബിൽഡിങ്സ് ആണെങ്കിൽ, സ്പേഷ്യസ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്ത് അവർക്ക് ഓടിക്കളിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ഒരുപാട് സ്ഥലം വേണം, അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് അപ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് നോക്കിയത്. അങ്ങനെ ഞങ്ങളൊരു ഫ്ലാറ്റ് നോക്കി. അതാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടായിരുന്നു. ഹായ് പറ. Hi. വിട്. I'm gonna show the TV. Good. Right now, show it to me.
അപ്പോൾ ഫ്ലാറ്റ് ഞങ്ങൾ കാണിക്കാം. ഓക്കെ, അതൊരു 1 BHK ആണ്. മീൻസ് ഹാൾ, ചെറുതായിട്ടൊരു കോറിഡോർ, സെപ്പറേറ്റ് കിച്ചൺ, 2 വാഷ്റൂംസ് ഉണ്ട്, ബെഡ്റൂം, അങ്ങനെ 1 BHK ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. ഞാൻ വീട് കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഹായ് ഹലോ. അകത്തോട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ കോറിഡോർ കാണാൻ പറ്റും. മീൻസ് ഇവിടെ മെയിൻ ഡോറിൻ്റെ അടുത്തായിട്ട് വാഷ്റൂം ഉണ്ട്. ഇതൊരു ഗസ്റ്റ് വാഷ്റൂം പോലെയാണ്, ചെറിയൊരു വാഷ്റൂമാണ്. പിന്നെ ഞങ്ങളത് വലുതായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഷൂ റാക്ക് പോലെ അവിടെ വെച്ചിട്ടുണ്ട്. പുറത്ത് നമ്മൾ മീൻസ് ചെരുപ്പുകളൊന്നും പുറത്തിടാൻ പാടില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പുറത്ത് 1-2 പേരൊക്കെ ഇടുമല്ലോ, അത് മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് കോറിഡോർ. ഇവിടെ നല്ല സ്ഥലമുണ്ട്, നല്ല നീളത്തിന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾ കുട്ടികളായിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. പിന്നെ അവർക്ക് പ്ലേ ഏരിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനൊക്കെ ഒത്തിരി നല്ല സ്ഥലമുണ്ട്. അങ്ങനെ മീൻസ് അവിടെ വലുതായിട്ട് സാധനങ്ങളൊന്നും വയ്ക്കാറില്ല, ഫുൾ ഫ്രീ ആയിട്ടാണ് വിട്ടേക്കുന്നത്. പിന്നെ ഇതാണ് ഹാള് ഞങ്ങളിങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോഫ ഒക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്യിപ്പിച്ചതാണ് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അങ്ങനെ ഇത് ഹാൾ. നല്ലൊരു വലിയ ഹാളാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കീബോർഡ്, TV വെച്ചിട്ടുണ്ട്. എന്നിട്ടും ബാക്കിയുള്ള സ്ഥലം ഫുള്ളായിട്ട് അങ്ങനെ ഫ്രീ ആയിട്ടാണ് വിട്ടേക്കുന്നത് മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കിങ്ങനെ ഹാൾ അവർ കളിക്കാനായിട്ട് യൂസ് ചെയ്യും, മൂവ് ചെയ്യാനൊക്കെയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാൾ, കോറിഡോർ, അങ്ങനെ. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട് ഇപ്പോൾ. വിൻഡോ സൈഡിൽ ഈ പൊല്യൂഷനെ കുറിച്ചൊക്കെ വന്നിട്ട് ഇങ്ങനെ അതൊരു പ്രോജക്റ്റ് വർക്കാണ്. അത് മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ചെയ്തതാണ്. അപ്പോൾ അതിന് മോനിങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ You like this? Yeah, I love this very much. Yeah, it is very tasty. ഇത് കോറിഡോർ സ്പേസ് ആണ്. ഓക്കെ, ഇപ്പോൾ കിച്ചൻ്റെ വാതിലിൻ്റെ അടുത്തായിട്ട് ഞങ്ങളിങ്ങനെ ഒരു മാറ്റൊക്കെ ഇട്ട് അവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കഴിക്കാറില്ല. ബിക്കോസ് അറിയാലോ, 2 പേരും ഇങ്ങനെ എല്ലായിടത്തും കൂടെ ഇട്ട് കഴിക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ അത് ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് അങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമായിട്ടാണ്, നല്ല ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഈ കട്ട് ചെയ്യുന്നതും, ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കട്ടിങ്ങൊക്കെ ചെയ്യണമെങ്കിലും അവിടെ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് കട്ട് ചെയ്യാൻ നല്ലൊരു സ്പേസ്. അങ്ങനെ എല്ലാത്തിനും കൊള്ളാം. പിന്നെ ഇവർക്ക് മെയിനായിട്ട് ഇവരൊരു പ്ലേ ഏരിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കുറേ സ്ഥലം. അങ്ങനെ അത് മീൻസ് ഹാൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കോറിഡോർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കിച്ചനാണ്. ശരിക്കും ഞാൻ ഒത്തിരി ഇപ്പം ഞാൻ കുക്കിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ പാത്രങ്ങളൊക്കെ അവിടെയുണ്ട്. ഒത്തിരി വലിയ കിച്ചനാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഓക്കെയാണ്, സെറ്റാണ്. എല്ലാ സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാനായിട്ട്, ആവശ്യത്തിന് വെക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പം നീറ്റായിട്ടൊക്കെ സൂക്ഷിച്ചാൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് കുക്കിംഗ് ചെയ്തു, പിന്നെ വീണ്ടും എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കൈയോടെ ഉടനെ വീഡിയോ എടുത്തതാണ്. പിന്നെ അതിൻ്റെ ബാൽക്കണിയും കിച്ചൺ കഴിഞ്ഞിട്ടാണ് വരുന്നത്. വലിയ സ്പേസ് ഒന്നുമില്ല, ബാൽക്കണി ഓക്കെയാണ്. അങ്ങനെ കിച്ചൺ കഴിഞ്ഞിട്ട് കോറിഡോർ. ഇപ്പോൾ ഇതിൽ കാണുന്നത് കുറച്ച് സ്ഥലമുള്ളതുപോലെ, പക്ഷേ ഇച്ചിരി നീളത്തിൽ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ കോറിഡോർ.
അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമാണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു വാഷ്റൂമുണ്ട്. വാഷ്റൂമിൻ്റെ ഫ്രണ്ടിലും കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ദിവസം ചെറുതായിട്ടൊക്കെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ അവിടെ ഹാങ് ചെയ്യാനായിട്ട് അവിടെ ഒരു ഡ്രസ് സ്റ്റാൻഡ് വച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ഇത് വലിയ വാഷ്റൂം, ഒത്തിരി സ്പേസ് ഉണ്ട്. ഈവൻ നമ്മൾ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു സ്റ്റാൻഡും അവിടെ വെച്ചിട്ടുണ്ട്. ഈ സോക്സ് അങ്ങനെയൊക്കെ പോലത്തെ ഇപ്പോൾ ഒരുപാട് ഡ്രസ്സ് വാഷ് ചെയ്യാൻ സമയത്ത് പുറത്തും അകത്തും ഇടാൻ പറ്റുമല്ലോ, അങ്ങനെ ഇതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ബാത്ത് ടബ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കുളിക്കുമ്പോൾ വെള്ളവും ഒരുപാട് പുറത്തൊന്നും വരത്തില്ല. അപ്പോൾ എപ്പോഴും ടോയ്ലറ്റ് വാഷ്റൂം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതൊത്തിരി എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം. ഇതാണ് കുറച്ച് സ്പേസ് ഉള്ള സ്ഥലമാണ്. ഓക്കെ, ഇവിടെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇത് പുതിയ വീട്, ഞങ്ങൾ അധികം ആയിട്ടില്ല വന്നിട്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ചിലതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും. അതാണ് കാണാൻ ഒരു ഭംഗി കുറവ് പോലെ. പക്ഷേ അതൊന്നും നോക്കേണ്ട അടിപൊളി വീടാണ് കേട്ടോ. നല്ല ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല സൂപ്പർ വീടാണ്. ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു വീട്. പിന്നെ ഇത് ബെഡ്റൂമാണ്. പിന്നെ ബെഡ് ഇത് കുറച്ച് പഴയതാണ്. പിന്നെ ഇപ്പോൾ കാണും ആ കബോർഡും ഞങ്ങൾ ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഈ കളറിലൊക്കെ ചെയ്യാനായിട്ട്. അതൊത്തിരി വലിയ കബോർഡാണ്, ഒരുപാട് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഞങ്ങളുടെ ഇത് ഫ്രണ്ട് ഹാളിൻ്റെയും ഇവിടെയും ബെഡ്റൂമിലുള്ള വിൻഡോ ആണെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിങ്ങനെ ഫുൾ ഓപ്പൺ ചെയ്തൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞ് തന്നെ അതിൻ്റെ മുകളിൽ പോയി നമ്മളങ്ങനെ അനുവദിക്കില്ല. സപ്പോസ് നമ്മളെ കണ്ണ് വെട്ടിച്ച് അവരവിടെ പോയി ഇരുന്നാലും അവർക്ക് ഒരു ചെറുതായിട്ട് മാത്രം, എപ്പോഴും ലോക്ക്ഡായിരിക്കും, എന്നാലും അത് ലോക്ക് ചെയ്താൽ അഥവാ അവർ ലോക്കൊന്നും അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും കുട്ടികൾക്ക്. എന്നാലും അവരങ്ങനെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ പോലും അവർക്ക് അങ്ങ് ഇറങ്ങിപ്പോകുന്ന രീതിക്കോ അവരെ തലയോ ശരീരമോ പുറത്ത് പോകുന്ന രീതിക്കൊന്നും ആയിരിക്കത്തില്ല. അത്രയ്ക്ക് കുറച്ച് സ്പേസ് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് നമുക്കൊക്കെ എപ്പോഴും അങ്ങനെയുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. ഞാൻ എപ്പോഴും എൻ്റെ കണ്ണുവട്ടത്താണ് രണ്ടുപേരെയും വച്ചേക്കുന്നത്. എന്നാലും നമ്മൾ സേഫായിട്ടിരിക്കണമല്ലോ, അങ്ങനെയാണ് അത്. പക്ഷേ അത് നല്ലൊരു സംഭവം. അങ്ങനെ ഇതാണ് വീട് കേട്ടോ. ശരിക്കും ഈ വീഡിയോയിൽ എനിക്ക് അത്രയായിട്ട് അങ്ങ് എന്താ പറയുക, നല്ലതായിട്ട് എനിക്ക് കിട്ടിയില്ല വീഡിയോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നേരെ കാണാൻ അടിപൊളി വീടാണ് കേട്ടോ ശരിക്കും. പിന്നെ നമ്മുടെ കയ്യിലിരുന്ന കുറേ സാധനങ്ങൾക്ക് നമ്മളിപ്പോൾ കുറേ വർഷമായല്ലോ ഇവിടെ UAE വന്നിട്ട്. അപ്പോൾ തിങ്സൊക്കെ കുറേ ഉണ്ട്. പിന്നെ പുതിയ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി സാധനങ്ങളുടെ ആവശ്യം ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ഡ്രസ്സസ്സൊക്കെ വന്നിട്ട് നമ്മൾ ചാരിറ്റിക്കായിട്ട് മാറ്റി. ബിക്കോസ് എല്ലാം ഇവിടെ വയ്ക്കണ്ടെന്ന് വിചാരിച്ചു. മീൻസ് അതിനുള്ള എല്ലാം നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ വീണ്ടും സാധനങ്ങൾ നിറയും. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർക്ക് ഭയങ്കരമായിട്ട് സ്പേസ് വേണമെന്നാണ്. എന്നാൽ അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അവർക്ക് അപ്പോഴപ്പോഴായിട്ട് ഫുഡ് കൊടുക്കുവാണെങ്കിൽ അവരവരെ പാട്ടിന് നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംഭവമൊക്കെ ഇപ്പോഴത്തെ വന്നിരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഭയങ്കര ആളാണ്, എപ്പോഴും ബിസിയാണ് ഞാൻ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ.